മൊവാബ്യ ഭക്ഷണം മണക്കരുത്. ഡോണ്ട് സ്മെൽ ദ ബ്രെഡ് ഓഫ് മൊവാബ്. മൊവാബ്യൻ്റെ ഭക്ഷണം കഴിക്കാൻ നീ പോകരുത്. യഹൂദൻ എന്തിനാണ് വല്ലവൻ്റെയും ഭക്ഷണം കഴിക്കാൻ പോകുന്നത്? യഹൂദൻ വല്ലവൻ്റെയും ഭക്ഷണം, വല്ലവൻ്റെയും ദൈവത്തെ അന്വേഷിക്കാൻ പോയതോടുകൂടി അവരുടെ നാശമായി തുടങ്ങും. ദൈവം പിന്നെയും പിന്നെയും വീണ്ടെടുക്കുന്ന കഥയാണ് റൂത്തിനകത്ത് കാണുന്നത്. ദൈവം നമ്മുടെ മക്കൾ എവിടെയെല്ലാം പോയാലും ദൈവം അവരെ തിരിച്ചു കൊണ്ടുവരാൻ വിശ്വസ്തനാണ്. ദേശത്ത് ക്ഷാമമയക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കാതെ ഓടിപ്പോകാതെ കർത്താവിൻ്റെ അടുക്കൽ തന്നെ നിന്ന് ചോദിക്കുക. ഏത് സാഹചര്യം തന്നിൽ വിശ്വസിക്കുന്നവർക്ക് അവനെല്ലാം നന്മയ്ക്കായിട്ട് രൂപാന്തരപ്പെടുത്തുമെന്ന് റോമർക്കെഴുതിയ ലേഖനം 8:28 പറയുന്നു. വാട്ട് ഹാപ്പൻസ് വെൻ ട്രൂത്ത് മീറ്റ്സ് റെസിസ്റ്റൻസ്. അതായത് നമ്മളിങ്ങനെ സത്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേൾക്കുന്നവർ പറയും എനിക്ക് കേൾക്കണ്ട എന്ന് പലരും പറയും. നമ്മൾ ഈ വീടുകളിലൊക്കെ കലക്കമുള്ളപ്പോൾ ആരെങ്കിലും ഒരു ദൈവവചനം അറിയാവുന്നവരെന്ന് പറഞ്ഞ് വായം തുറന്ന് അവരുടെ തലയെ വെട്ടി മാറ്റും. കാരണം ഈ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ ഇതൊന്നും ഉൾക്കൊള്ളാൻ നമുക്ക് അവരുടെ നമ്മുടെ ചെവിക്കകത്തോട്ട് ഇത് കയറത്തില്ല അത്രമ. പക്ഷേ യു കീപ്പ് ഓൺ കണ്ടിന്യൂസ്ലി സ്റ്റാൻഡ് ഓൺ ദ ട്രൂത്ത്, നിൻ്റെ പ്രസൻസ്. വാട്ട് ഹാപ്പൻസ് വെൻ ട്രൂത്ത് മീറ്റ്സ് റെസിസ്റ്റൻസ്. അതായത് സത്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമുക്കെതിരായിട്ട് റെസിസ്റ്റൻസ് വരും. ഏതെങ്കിലും ഒരെണ്ണം എക്സ്പ്ലോഡ് ചെയ്യും. അതായത് സത്യം ചെന്ന് നുണയെ കണ്ടിന്യൂസ് ആയിട്ട് അടിക്കുമ്പോൾ അവിടെ നിൽക്കാൻ അത് എക്സ്പ്ലോഡ് ചെയ്യും. അത് നമ്മൾ ഈ അറ്റ്മോസ്ഫിയറിൽ നോക്കിയാൽ, ഗാലക്സി നോക്കുകയാണെങ്കിൽ, നമ്മൾ ഈ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് ഈ ചില നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ ചില ഗോളങ്ങൾ അത് വീർത്ത് ഇനി വീർക്കാൻ വയ്യാതാകുമ്പം അത് പൊട്ടിപ്പോവും. അപ്പോൾ അത് ബ്ലാക്ക് ഹോളായി മാറും. എന്ന് പറഞ്ഞതുപോലെ റെസിസ്റ്റ് ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ടോ? അവരിങ്ങനെ പോത്ത് പോലെ ഇങ്ങനെ വീർത്ത് ഇങ്ങനെ നമ്മുടെ നേരെ വരും. പക്ഷേ ദൈവത്തിൻ്റെ സത്യമുള്ളവൻ്റെ മുമ്പിൽ വരുമ്പം അവൻ മിണ്ടാനൊക്കത്തില്ല. ബിക്കോസ് ദാറ്റ് ഹാസ് ടു എക്സ്പ്ലോഡ്. യു ആർ ഫേസിങ് ദ ട്രൂത്ത്. സത്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് വചനശക്തിയാണ്. അപ്പോൾ ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുന്നവൻ്റെ മുൻപിൽ ഒരു ശത്രു നിൽക്കത്തില്ല. പിന്നെ നമ്മൾ ചോദിക്കുക, എന്താണ് ക്രിസ്ത്യൻസിൻ്റെ ഇടയ്ക്ക് ഇത്രമാത്രം പെർസിക്യൂഷൻ നടക്കുന്നത്? കാരണം ദൈവം അനുവദിക്കാതെ അത് സംഭവിക്കത്തില്ല. എനിക്കറിയാവുന്ന ഒരു പാസ്റ്റർ എൻ്റെ വീട്ടിൽ വരുമായിരുന്നു പണ്ട്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴിങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ എനിക്ക് ഒത്തിരി പൈസ നീ തരരുത്, ദാരിദ്ര്യനായിട്ട് ജീവിക്കാൻ എനിക്ക് ദാരിദ്ര്യം തരരുത്, പക്ഷേ അത്യാവശ്യത്തിന് മാത്രമേ ഞാൻ നിനക്ക് വേണ്ടി കഷ്ടത സഹിക്കാൻ തയ്യാറ്. അപ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കും, എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത്? അതൊരു വരമാണ്, എല്ലാവർക്കും ഇല്ല. കഷ്ടത വഹിക്കാനും ദൈവത്തിൽ കഷ്ടതയിൽ ഉറച്ചു നിൽക്കാനുള്ളൊരു വരം. അതുപോലെ നല്ല കഷ്ടപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം നടന്നത്, മരിച്ചു പോവുകയും ചെയ്തു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ കഷ്ടം സഹിക്കുന്ന ഒരു വരം തന്നെയാണ്. എല്ലാവർക്കും ഇല്ല, എല്ലാവർക്കും അത് ഉൾക്കൊള്ളാനൊക്കെ ഒന്ന് പേടിയാണ്. പക്ഷേ ദൈവം നമുക്ക് ഓരോരുത്തരുടെ അളവനുസരിച്ച് പരീക്ഷണം അയക്കത്തുള്ളൂ. എന്താന്നേലും നമുക്കതിനെക്കുറിച്ച് കഷ്ടം ചോദിച്ചു വാങ്ങിക്കുന്ന സ്വഭാവം എനിക്കില്ല, നിങ്ങൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താന്നേലും നമുക്ക് റൂത്തിനകത്തോട്ട് നോക്കുമ്പം റൂത്ത് നവോമി കരഞ്ഞുകൊണ്ട് തിരിച്ചു വരുന്നു. 1-ാം അധ്യായത്തിൽ കരച്ചിൽ കഴിഞ്ഞിട്ട് സ്വന്തം ദേശത്തേക്ക് അവൾ തിരിച്ചു വരുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. 2-ാം അധ്യായത്തിൽ വീണ്ടെടുപ്പുകാരനായ ഒരു ചാർച്ചക്കാരനെ കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. അതായത് ഇവർ ദേശത്ത് തിരിച്ചു വരുമ്പം ഭക്ഷണമില്ല, ഇവരുടെ സ്ഥലമൊന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുകയല്ലേ. അവർ തിരിച്ചു വന്ന് റൂത്തിൻ്റെ ബുക്കിനകത്ത് നമ്മൾ കാണുന്നത്, റൂത്ത് അമ്മായിമ്മയോട് പറയുന്നു, ഞാൻ ഇന്ന് വയലിലോട്ട്, ഏതെങ്കിലും വയലുള്ള സ്ഥലമാണല്ലോ, ബേത്ലഹേം കൃഷിയുടെ ഒരു സ്ഥലമാണ്, ഞാൻ പോയിട്ട് വയലിലോട്ട് പോകട്ടെ എന്ന് പറഞ്ഞ് അവൾ വയലിൽ പോകുന്നു. ദൈവം അവളെ ബോവസിൻ്റെ വയൽ, അതായത് മഹാധനവാനായ ബോവസിൻ്റെ വയലിലേക്ക് റൂത്തിനെ കൊണ്ടുവിടും. ഒരു വീണ്ടെടുപ്പുകാരൻ, അതായത് പോയിൻ്റ് ഇതാണ്, നവോമി ചിന്തിച്ച നിമിഷത്തിൽ തന്നെ ഞാൻ എൻ്റെ ദേശത്തേക്ക് തിരിച്ചു പോവുക എന്ന് തീരുമാനിച്ച നിമിഷത്തിൽ തന്നെ, റൂത്ത് കൂടെ ചെല്ലാമെന്ന് വിചാരിച്ച നിമിഷത്തിൽ തന്നെ ദൈവം ബോവസിനെ അവൻ്റെ വയൽ ഒരുക്കിക്കഴിഞ്ഞു. നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടല്ല, ഒരുക്കിക്കഴിഞ്ഞു. ഏതൊരു കാര്യത്തിന് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ ദൈവത്തോടു കൂടിയാണ് പോകുന്നത് എങ്കിൽ
അവൻ നമുക്ക് മുൻപേ പോയി വഴി നിരപ്പാക്കുന്ന ദൈവമാണ്. വഴി നിരപ്പാക്കുവിൻ. യെശയ്യാ പറയുന്നുണ്ടല്ലോ 40 കണ്ടാൽ ദൈവം പറയുന്നു നിരപ്പാക്കുവിൻ. ആത്മാവ് പറയുന്നു നിരപ്പാക്കിക്കോ, സമയമായി എൻ്റെ ജനത്തെ ആശ്വസിപ്പിപ്പീൻ. 40 യെശയ്യാ 40 പറഞ്ഞു. ആത്മാവ് പറയുകയാണ് എൻ്റെ ജനത്തെ ആശ്വസിപ്പിപ്പീൻ എന്ന് നിങ്ങളുടെ ദൈവം അരുളി ചെയ്തു. ആശ്വസിപ്പിക്കാൻ പറയുക, ആശ്വസിപ്പിക്കുക. യെരൂശലേമിനോട് ആദരവോട് സംസാരിച്ച് അവളുടെ യുദ്ധസേവ കഴിഞ്ഞും അവളുടെ അകൃത്യം മോചിക്കപ്പെട്ടും അവൾ തൻ്റെ സകല പാപങ്ങൾക്കും പകരം യഹോവയുടെ കയ്യിൽ നിന്ന് ഇരട്ടിയായി പ്രാപിച്ചിരിക്കുന്നുവെന്ന് അവളോട് വിളിച്ചു പറ. ഇതാർക്കോ ദൂത. എല്ലാ താഴ്വരയിലും നെകരും എല്ലാ മലയും കുന്നും താണും വരണം. വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും. സകല ജഡവും ഒരുപോലെ അതിനെ കാണും. യെശയ്യാ 40:4 ഇപ്പം വായിച്ചത്. അപ്പോൾ താഴ്വരകൾ പൊങ്ങി വരണം, ഉയർന്ന അഹങ്കാരത്തിൻ്റെ മലകൾ ഇടിഞ്ഞു പോകണം. അത് കഴിയുമ്പോൾ ഒരു സമഭൂമി ഒരുക്കി കൊടുക്കുക. അതാണ് റൂത്തിൻ്റെ ജീവിതത്തിൽ, നവോമിയുടെ ജീവിതത്തിലും സംഭവിച്ചത്. ദൈവത്തോട് ചോദിക്കാതെ ഒരിടത്തോട് പോയിട്ട് ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ മലകളെല്ലാം ഇടിഞ്ഞു താണുവിന് താഴ്വര ഇനിയും പൊങ്ങി വരണം. ദൈവം സമഭൂമി വെട്ടിത്തെറുക്കാൻ ബോവസ് എന്ന പേരുള്ള ഒരാളുടെ വയലിലേക്ക് ഈ മരുമകളെ പറഞ്ഞു വിടുകയാണ്. അവിടെ ചെല്ലുമ്പം ബോവസിൻ്റെ ആനുകൂല്യം ഈ സ്ത്രീക്ക് കിട്ടുകയാണ്. കാരണം റൂത്തിനെക്കുറിച്ചുള്ള നല്ല വാർത്ത ദേശത്തെ മുൻപേ അല്ലെങ്കിൽ ഗ്രാമത്തിൽ നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. അങ്ങനെ ബോവസിൻ്റെ ആനുകൂല്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ബല മനസ്സിലാക്കത്തക്ക വിധത്തിൽ ദൈവം തമ്പുരാൻ അവളോട് കരുണ ചെയ്യുന്നു. അങ്ങനെ ബോവസ് പറയുന്നുണ്ട്, മകളെ നീ കേല പറക്കാൻ ഇനി വേറെ എങ്ങും പോകണ്ട, ഇവിടെ തന്നെ നിന്നോ. ബാല്യക്കാരത്തികളോട് നീ കൂടെ ചേർന്ന് നിൽക്കുക, നീ വെള്ളം കുടിക്കാൻ ഞങ്ങളുടെ വെള്ളം എടുത്ത് ഉപയോഗിച്ചോളാം. ദൈവത്തിൻ്റെ ആത്മാവിനെ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവം ഒരു വീണ്ടെടുപ്പുകാരനെ വെച്ചിട്ടുണ്ട്. നമ്മൾ റൂത്തിനോട് കാണിച്ച അതേ കരുതൽ നമ്മുടെ കർത്താവിൻ്റെ വീണ്ടെടുപ്പിന് നമുക്ക് കാണാം. അതായത് ഈ റൂത്തിനെ ഇപ്പോൾ ഭർത്താവില്ലാതെ ഏകോ ദേശത്ത് കിടക്കുന്നവൾ ഒരു മൊവാബിയ സ്ത്രീയായ യെരൂശലേമിലേക്ക് ബേത്ലഹേമിൽ തിരിച്ചു വന്നപ്പം ആ ദേശക്കാരുടെ മുൻപിൽ അവളെ നല്ലതാക്കി കാണിച്ചൊരു ദൈവം അവൾക്ക് മുൻപേ ദൂതയച്ചിരിക്കുകയാണ്. അങ്ങനെ അവൾ ചെന്ന് പറ്റിയതും ബോവസിൻ്റെ വയൽ. അങ്ങനെയല്ലേ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം, അങ്ങനെയല്ലേ നമ്മുടെ മക്കളുടെ ജീവിതം, അങ്ങനെയല്ലേ നമ്മൾ ഇത്ര നാൾ ജീവിച്ചത്. എത്രമാത്രം ആനുകൂല്യം ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കിയാണ് ഇന്ന് വരെ ദൈവം നിർത്തിയെന്ന് ചിന്തിക്കുമ്പം ഈ ദൈവത്തിനെ എങ്ങനെ സ്തുതിക്കാതെ ഇരിക്കും. 3-ാം അധ്യായത്തിലേക്ക് വിവാഹ ജീവിതത്തിലേക്ക് ദൈവം തമ്പുരാൻ അവരെ നീക്കി. ആകെ കൂടെ 4 അധ്യായം ഇതിനകത്തുള്ളെന്ന് ഓർക്കണം. വിവാഹ ജീവിതത്തിന് വേണ്ടി റൂത്തിനെ ഒരുക്കുന്നതായും ബോവസ് പറയുന്നു, ഈ ദേശത്തെ നിയമം അനുസരിച്ച് വീണ്ടെടുപ്പുകാരൻ ഞാനല്ല നിൻ്റേത്, എന്നെ കാട്ടി മുമ്പിൽ വേറൊരാളുണ്ട്. അതുകൊണ്ട് അവനോട് ചോദിക്കാതെ എനിക്കൊന്നും ചെയ്യാൻ. ആരെങ്കിലും നമ്മളത് ചെയ്യുമോ? നമ്മളൊക്കെ എത്ര സുഖവും എത്ര കൈകാര്യ സൗകര്യം. നമ്മളോടിപ്പോൾ ഒരാൾ പൈസ ചോദിക്കും, നമുക്ക് ഒരാൾക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട്, ചോദിച്ചെന്നിരിക്കട്ടെ. ചോദിച്ചാൽ തന്നെ ഉടനെ എടുത്ത് കൊടുക്കരുത്. ദൈവത്തോട് പ്രാർത്ഥിച്ച് ചോദിക്കണം, നേരാണോ അത്, നീ പറഞ്ഞയച്ചതാണോ, നിൻ്റെ ഇഷ്ടം. അത് പലപ്പോഴും അങ്ങനെ ചെയ്യാതെ വന്നിട്ട് നമ്മൾ കൊടുക്കുന്ന പൈസ കൊണ്ട് നമ്മുടെ അനുഗ്രഹം പോലും തടസ്സപ്പെടും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെറുതിലും വലുതിലും ദൈവത്തോട് ചോദിക്കണം. ഇവിടെ ബോവസ് വീണ്ടെടുപ്പുകാരൻ പറയുകയാണ്, ഈ വീണ്ടെടുക്കാനുള്ള അവകാശം ആദ്യത്തേത് എനിക്കല്ല, എന്നെക്കാട്ടിലും അവകാശമുള്ള വേറൊരാൾ ഇവിടെയുണ്ട്. ആ മനുഷ്യനോട് ചോദിച്ചിട്ടേ ഞാൻ നിന്നെ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എത്ര വ്യക്തിപരമായിട്ടും എത്ര വ്യക്തമായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിലാണ് ബോവസ് നീങ്ങുന്നത്. ഇതാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഒരിക്കലും വലിയ ധൃതി പിടിച്ചിട്ടാപ്പിടുക ചെയ്യത്തില്ല. എളുപ്പം ഒത്തിരി ധൃതി പിടിച്ച് പെട്ടെന്ന് ചെയ്യുന്ന സ്ത്രീകളോടും പുരുഷന്മാരോടും പറയുകയാണ്, ഏതൊരു വിഷയവും 2 ദിവസം ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക്. ചിലരെന്നെ വിളിച്ചു വരും, പ്രാർത്ഥിച്ചിട്ട് ഉത്തരം ആൻറ്റി എന്താ ദൈവം പറയും. അത് ഞാൻ പറയും, ദൈവം ചിലപ്പോൾ ഉത്തരം തരും, പക്ഷെ ഞാൻ പലപ്പോഴും അത് നിരുത്സാഹപ്പെടുത്തും. കാരണം ദൈവത്തോട് നിങ്ങൾ തന്നെ ഇരുന്ന് ദൈവം സംസാരിക്കുന്നത് കേൾക്കണം. ഞാൻ പലപ്പോഴും എന്നോട് പ്രയർ റിക്വസ്റ്റ് ചോദിക്കുന്നവരോട് ഞാൻ വചനം അയച്ചു കൊടുത്തിട്ട് പറയും, 21 ദിവസം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, അല്ലെ 3 ദിവസം ഈ വിഷയം വെച്ച് ദൈവത്തോട് ചോദിക്കുക. ദൈവം ഉപദേശം സഹായം ചെയ്തു തരും. അങ്ങനെ എത്ര പേർക്ക് ദൈവം സഹായം കൊടുക്കുന്നു. കാരണം
നമ്മളല്ല സഹായിക്കേണ്ടത്, ദൈവമാണ്. ദൈവം നമ്മളെ ഒരു മുഖാന്തരം, നമ്മൾ ദൈവമായിട്ട് നിൽക്കാൻ ദൈവം പറയുന്നില്ല, ദൈവത്തിൻ്റെ പുറകെ നിന്നാൽ മതി. എന്നാൽ നമ്മൾ കൊടുക്കുമ്പം പരിമിതിയുണ്ട്, പക്ഷെ സ്വർഗം തുറന്ന് ദൈവം കൊടുക്കുമ്പോഴോ പരിമിതിയില്ല. അങ്ങനെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ദൈവം ബോവസിനെ ആക്കിയെങ്കിലും ബോവസ് പറയുന്ന എന്നെക്കാട്ട് മുമ്പിൽ ഒരാളുണ്ടല്ലോ. അങ്ങനെ ബോവസ് 10 പേരെ ഇരുത്തിയിട്ട് അവരുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ ബോവസ് പറയുന്നുണ്ട്, നവോമിയുടെ സ്ഥലം ഇവിടെ കിടക്കുന്നത്, നവോമിയുടെ ചാർച്ചക്കാരായിട്ട് ആരെങ്കിലും ഉള്ളവർ അതെടുക്കണം എന്ന് പറയുമ്പോൾ ഒരാൾ സമ്മതിക്കുന്നുണ്ട് എങ്കിലും, അതായത് ചാർച്ചക്കാരൻ സമ്മതിക്കുന്നുണ്ട് എങ്കിലും ഒരു കണ്ടീഷനുണ്ട്. നീ ആ അവരുടെ സ്ഥലം എടുക്കുമ്പോൾ അവരുടെ പേര് നിലനിർത്താൻ വേണ്ടി അവരുടെ മരുമോളാകുന്ന റൂത്തിനെയും കൂടെ സ്വീകരിക്കണം. റൂത്തിനെ വാങ്ങിക്കണം. വീണ്ടെടുപ്പുകാരൻ പറഞ്ഞു, അതൊക്കത്തില്ല, കാരണം എൻ്റെ അവകാശം നഷ്ടപ്പെടും. അപ്പം പിന്നെ എന്ത് ചെയ്തു? ഉടനെ ബോവസ് പറയുന്നു, എന്നാൽ വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ചിട്ടുള്ള കാര്യം ഉറപ്പാക്കുവാൻ ഒരുത്തൻ എൻ്റെ ചെരുപ്പൂരി മറ്റൊരുവന് കൊടുക്കുന്ന ഇസ്രായേൽ പണ്ട് നടപ്പായിരുന്നു. ഇതായിരുന്നു ഇസ്രായേൽ ഉറപ്പുള്ള വിധം. അങ്ങനെ ആ വീണ്ടെടുപ്പുകാരൻ ബോവസിനോട് നീ അത് വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ് തൻ്റെ ചെരുപ്പൂരി കൊടുത്തു. അപ്പോൾ ബോവസ് മൂപ്പന്മാരോടും സകല ജനത്തോടും പറഞ്ഞത്, എലിമേലേക്കിനുള്ളതൊക്കെയും കില്യോനും മഹ്ലോനും ഉള്ളതൊക്കെയും ഞാൻ നവോമിയോട് വാങ്ങിയിരിക്കുന്നു എന്നതിന് നിങ്ങൾ ഇന്ന് സാക്ഷികൾ. അത്രയുമല്ല, മരിച്ചവൻ്റെ പേർ അവൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് അവൻ്റെ പട്ടണവാതിക്കൽ നിന്നും മാഞ്ഞു പോകാതെ വണ്ണം മരിച്ചവൻ്റെ പേര് അവൻ്റെ അവകാശത്തിന്മേൽ നിലനിർത്തേണ്ടതിന് മഹ്ലോൻ്റെ ഭാര്യ മൊവാബ്യ സ്ത്രീയായ റൂത്തിനെയും എനിക്ക് ഭാര്യയായി വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. കേൾക്കുമ്പം തന്നെ എന്തൊരു സന്തോഷം! എത്ര അടുക്കും ചിട്ടയുമായിട്ട് അത് ചെയ്തു. എത്ര പേർക്കറിയാം? നമ്മുടെ കുടുംബങ്ങളിൽ പണ്ടൊക്കെ പ്രായമുള്ളവരുണ്ട്, നമ്മൾ ഒരു കാര്യം ചെന്ന് ചോദിച്ചാൽ ദൈവീകമായ ആലോചന പറയാൻ. ഇന്നിപ്പോൾ ആരും ചോദിക്കത്തില്ല. ഇപ്പം തന്നെ കല്യാണങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ ഞാൻ പുറത്തൊക്കെ ഉള്ളതല്ലേ, അവർ ചെറുക്കനും പെണ്ണും തന്നെ എല്ലാം ആലോചിച്ച് അവരുടെ കൂട്ടുകാരെ മാത്രം വിളിച്ച് കല്യാണം നടത്തും. എന്നാൽ ഇവിടെ കല്യാണം നടത്തും. ഞാൻ ഈ അടുത്തിടെ ഒരു കല്യാണം, എന്ത് മനോഹരമായിട്ട് വീട്ടുകാർ, അവരുടെ ചാർച്ചക്കാർ, കുടുംബക്കാർ, ചർച്ചിലുള്ള അവിടുത്തെ അച്ഛന്മാർ, അല്ലെ സഭയിലുള്ള പാസ്റ്റേഴ്സ്, ഇവരെല്ലാവരും കൂടെ വന്ന് അനുഗ്രഹമായിട്ട്, അതെന്തൊരു വ്യത്യാസമല്ലേ! എന്ത് പഠിക്കുന്നു! ചുമ്മാ അത് കൾച്ചറലായിട്ട് ചെയ്യും. നമ്മളീല്ല മൊവാബ്യ ദേശത്തിൻ്റേത്, അവിടുത്തെ ബ്രെഡ്, അവിടുത്തെ ഭക്ഷണം കഴിച്ച് സത്യദൈവത്തിൻ്റെ ശരിയായ ഭക്ഷണം കഴിക്കാതിരുന്നാൽ എന്തൊരു നാണം കെട്ടിയ അവസ്ഥയല്ലേ! അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അങ്ങനെ അവസാനത്തെ ചാപ്റ്റർ ആകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, റൂത്തിലെ ഒരു മകനുണ്ടാകുന്നു. മകനുണ്ടായപ്പോൾ ദൈവം തമ്പുരാൻ അവരെ അനുഗ്രഹിക്കുന്നത് നമ്മൾ വായിക്കണം. അത് വായിക്കുന്ന ഏകദേശം അവൻ്റെ പേര് ഇസ്രായേൽ, അതായത് സ്ത്രീകൾ അതായത് റൂത്ത് ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കുന്നു. എന്നാൽ സ്ത്രീകൾ നവോമിയോട്, ഇന്ന് നിനക്കൊരു വീണ്ടെടുപ്പുകാരനെ നൽകിയിരിക്കൊണ്ട് യഹോവ വാഴ്ത്തപ്പെട്ടവൻ, കണ്ടോ, വാഴ്ത്തപ്പെടും ദൈവം. അവൻ്റെ പേര് ഇസ്രായേലിൽ വിസ്തൃതമായിരിക്കട്ടെ. അവൻ നിനക്ക് ആശ്വാസപ്രദനും നിൻ്റെ വാർദ്ധക്യത്തിൽ പോഷകനുമായിരിക്കും. നിന്നെ സ്നേഹിക്കുന്നവളും 7 പുത്രന്മാരെക്കാൾ നിനക്ക് ഉത്തമമായിരിക്കുന്ന നിൻ്റെ മരുമകളല്ലോ അവനെ പ്രസവിച്ചത് എന്ന് പറഞ്ഞു. കണ്ട, 7 ആൺമക്കളെക്കാട്ടിലും, 7 എന്ന് പറയുന്നത് പൂർണ്ണതയാണ്, 7 ആൺമക്കളെക്കാട്ടിലും വിശേഷമായ തരത്തിൽ ഈ മരുമകളെ പുകഴ്ത്തുന്ന ഒരു ദൈവം. ഇവിടെ മൊവാബിയ സ്ത്രീ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ സ്ത്രീയെ ദൈവം വീണ്ടെടുപ്പുകാരനെ കൊണ്ട് പൂർണ്ണമായിട്ടും സകല അധികാര അവകാശം കൊടുക്കുക തന്നെയല്ല, യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ കടന്നു വരികയാണ്. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ വംശാവലി പറഞ്ഞ് നവോമിക്ക് ഒരു മകൻ ജനിച്ചു എന്ന് പറഞ്ഞ് അവന് ഓബേദ് എന്ന് പേരിട്ടു. ഓബേദ് എന്ന് പറയുന്നത് ബാക്കി വായിക്കുമ്പോൾ ഓബേദ് കുറിച്ച് പറയുമ്പം ക്രിസ്തുവിൻ്റെ വലിയ വല്യപ്പച്ചനായിട്ട് നമ്മൾ കാണുന്നുണ്ട് ബോവസ്. അതിനെക്കുറിച്ച് ബാക്കി ഭാഗത്ത് വായിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഫേരസിൻ്റെ പാരമ്പര്യമാണിത്. ഫേരസ് ഹെസ്രോനെ ജനിപ്പിച്ചു, ഹെസ്രോൻ രാമിനെ ജനിപ്പിച്ചു, രാം അമ്മീനദാബിനെ ജനിപ്പിച്ചു, അമ്മീനദാബ് നഹശോനെ ജനിപ്പിച്ചു, നഹശോൻ സൽമോനെ ജനിപ്പിച്ചു, സൽമോൻ ബോവസിനെ ജനിപ്പിച്ചു, ബോവസ് ഓബേദിനെ ജനിപ്പിച്ചു, ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു, ഇശായി ദാവീദിനെ ജനിപ്പിച്ചു.
ഓബേദ് എന്ന് പേർ വിളിച്ചത്. ഈ ഓബേദ് ഇശായി ദാവീദിൻ്റെ ഗോത്രത്തിൽ യേശുക്രിസ്തു കടന്നു വരുന്നു. അപ്പോൾ ഈ ഓബേദ് എന്ന് പേർ വിളിപ്പിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇസ്രായേൽ യഹൂദ ജനതയ്ക്ക് ദൈവത്തിൻ്റെ ബോവസിലും അതുപോലെ തന്നെ റൂത്തിലുമുണ്ടായ മകനാണ് ഓബേദ്. ഓബേദ് ആരാണ്? ബോബസ് ഓബദിനെ ജനിപ്പിച്ചു. ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു. ഇശായി ദാവീദിനെ ജനിപ്പിച്ചു. വീണ്ടെടുപ്പ്. ക്രിസ്തു ആ വംശാവലിയിൽ കടന്നു വരും. ഈ ഒരെണ്ണമേ തിരഞ്ഞെടുത്തവർ പലരും കാണും. പക്ഷേ കേട്ടനുസരിച്ചത് ഇവരേ ഉള്ളൂ. വചനം അയക്കുന്നു, കേട്ടെടുത്ത് പ്രാപിച്ചെടുക്കുക. നമ്മൾ ദൈവം നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരുന്നൊരു വചനമാണിത്. ഏഴരട്ടിയായിട്ട് ദൈവം തിരിച്ചു കൊണ്ടു തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നിൻ്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ദാസനജമാനൻ്റെ കണ്ണിലേക്കും ദാസനജമാനൻ്റെ കയ്യിലേക്കും എന്നാണ് പറയുന്നത്. എങ്കിൽ ഞങ്ങൾ ദാസനജമാനൻ്റെ കണ്ണിലേക്കും ദാസി യജമാനത്തിയുടെ കണ്ണിലേക്കും കൃപ ലഭിക്കുവോളം ഞങ്ങൾ നിൻ്റെ മുമ്പിൽ വന്ന് നോക്കുക. എല്ലാം നഷ്ടപ്പെട്ട നവോമിക്ക്, മോവാബ്യ സ്ത്രീയായ റൂത്തിന് ഒക്കെ തിരിച്ചു കൊടുക്കാൻ ഒരു വീണ്ടെടുപ്പുകാരനെ നീ പഴയ നിയമത്തിൽ സൃഷ്ടിച്ചുവെങ്കിൽ പുതിയ നിയമത്തിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് ക്രിസ്തുവാകുന്ന വീണ്ടെടുപ്പുകാരനിൽ നഷ്ടപ്പെട്ട സകലതും തിരിച്ചു കടന്നു വരട്ടെ. നഷ്ടപ്പെട്ടതിൽ ഏഴരട്ടിയായിട്ട് 7 പുത്രന്മാരെക്കാട്ടിലും കഴിവുള്ള ഒരു മരുമകളെ കൊടുത്ത ദൈവം ഞങ്ങൾക്കും അങ്ങനെ തന്നെ ചെയ്തു തരട്ടെ. നാഥനത് ചെയ്തിരിക്കും. എന്നാൽ സ്തോത്രം. പ്രാർത്ഥനയായിട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.